വിനീത്, അതായത് ഈ ദൗത്യത്തിൻ്റെ ഒരു ഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ്. അതായത് ഈ ട്രക്ക് എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സാഹചര്യം. അത് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായ തോതിൽ തന്നെ ട്രക്ക് ഉള്ള സ്ഥലം ഏകദേശം ട്രാക്ക് ചെയ്തിരിക്കുന്നു, അത് സ്പോട്ട് ചെയ്തിരിക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന ഇനി വളരെ ഉടനടി ആരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഒരു മന്ത്രി കൂടി ഇന്ന് രാത്രിയോടുകൂടി ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും. അപ്പോൾ അത് കൂടുതൽ ഒരു ഏകോപനത്തോടു കൂടി കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശക്തമായിട്ടുള്ള ഈ ആവശ്യങ്ങളുടെ MLA ഉൾപ്പെടെ MP ഉൾപ്പെടെയുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായി ഈ ബൂം എക്സ്കവേറ്ററൊക്കെ ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഈ പുതിയ നൂതനമായിട്ടുള്ള രീതികളെല്ലാം ഇവിടത്തേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി അതിൻ്റേതായിട്ടുള്ള ഒരു ക്രമീകരണവും അതിൻ്റേതായിട്ടുള്ള ഒരു വേഗതയും എല്ലാം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൈവരും എന്ന കാര്യത്തിൽ തർക്കമില്ല. നാളെ രാവിലെ 7 മണിയോടുകൂടി തന്നെയായിരിക്കും ഈ ദൗത്യം പുനരാരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നെന്തായാലും ഇപ്പോൾ രാത്രി ആവുന്നതോടുകൂടി തന്നെ ഈ ദൗത്യം ഏകദേശം അവസാനിപ്പിക്കുക. അത് പൂർണ്ണമായ അർത്ഥത്തിൽ മാത്രമല്ല, ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന രീതിയിൽ മണ്ണ് മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ സംവിധാനങ്ങൾ ഇവിടത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ടോ, ആ ക്രമീകരണങ്ങളെല്ലാം കാരണം മുബഷീർ വീണ്ടും ഈ ബ്രീഫിംഗിന് ശേഷവും SP-യുമായും കലക്ടറുമായും സംസാരിച്ചിരുന്നു. കലക്ടർ അതിന്റെ ഒരു സാങ്കേതിക വശം വിശദമാക്കുന്നുണ്ടായിരുന്നു മുബഷീറുമായും. മുബഷീർ, ഈ കാന്തിക പരിശോധനയിൽ ലോഹഭാഗം ഉറപ്പിച്ച ഭാഗം, അതായത് ഈ 4ാമത്തെ സിഗ്നൽ ലഭിച്ച ഇടം കേന്ദ്രീകരിച്ചുകൊണ്ട് നാളെ തിരച്ചിൽ നടത്താൻ പോവുകയാണ്. അതിന് ഈ കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് കലക്ടർ പറഞ്ഞത്. എപ്പോഴത്തേക്കായിരിക്കും ഈ ഫ്ലോട്ടിംഗ് പോൺടൂൺ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ എത്തുക എന്നാണ് അവർ പറയുന്നത്? അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? വിനീത, നമുക്കറിയാം തിരച്ചിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത് ഗംഗാവലിപ്പുഴയിലെ ശക്തമായ അടിയൊഴുക്ക്, കുത്തൊഴുക്ക് തന്നെയായിരുന്നു. ഈ ഒരു കുത്തൊഴുക്കിനെ മറികടന്നുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധന നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇതുൾപ്പെടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ ഇവിടെ എത്തിയ ഒരു ചർച്ച നടത്തിയ ശേഷം ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഗോവയിൽ നിന്നുമാണ് ഇത്തരമൊരു സംവിധാനം, അതായത് ഇരുമ്പ് ബോളിന് സമാനമായൊരു സംവിധാനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് MLAയും അതുപോലെ തന്നെ കളക്ടറും SP ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. ഗോവയിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് പ്രധാനപ്പെട്ട പലതരത്തിലുള്ള രക്ഷാദൗത്യങ്ങളിലും ഉപയോഗിച്ച ഒരു എക്യുപ്മെൻ്റ് ആണെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ കുത്തൊഴുക്കിനെ മറികടന്നുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ട് മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധന നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ നേവിക്കുണ്ടായിരുന്നു. എന്നാൽ ശക്തമായ മഴ, കാറ്റ് ഇതൊന്നും തന്നെ മാറാത്തൊരു സാഹചര്യം പ്രതികൂലമായി രക്ഷാദൗത്യത്തെ ബാധിക്കുന്നു എന്നൊരു തിരിച്ചറിവോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഒന്നും തന്നെ മാറാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഗോവയിൽ നിന്നും ഈ ഒരു കൊണ്ടുവരുന്ന സാധനം ഓൺ ദ വേ ആണ് എന്നുള്ളതാണ് SP നാരായണ അല്പസമയം മുമ്പ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ നാളെ രാവിലെയോടുകൂടി തന്നെ ഇവിടെ എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ 12ാമത്തെ ദിവസത്തെ തിരച്ചിൽ ഏറ്റവും നിർണായകമായി ഈ ഒരു സംവിധാനം ഇവിടെ എത്തിച്ചുകൊണ്ടുള്ള ഊർജിതമായ ഒരു പ്രവർത്തനങ്ങളിലേക്ക് നാവികസേന കടക്കുമെന്നുള്ളതാണ്. നാളെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു നടപടിയായി തന്നെ ഇത് മാറുമെന്നുള്ളതാണ്. പക്ഷേ തിരച്ചിൽ ഇതുവരെ ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഒഴുക്കിനെയും അതുപോലെ തന്നെ മഴയെയും കാലാവസ്ഥാ പ്രശ്നങ്ങളെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇത് കണ്ടെത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിഗ്നലുകൾ കണ്ടെത്താൻ സാധിക്കും. വെള്ളത്തിനടിയിലേക്ക് ചെന്നുകൊണ്ട് തന്നെ പരിശോധന നടത്താൻ കഴിയുന്ന പ്രതീക്ഷ. ഏറ്റവും പുതിയ വിവരങ്ങൾ ഷിരൂരിൽ നിന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ലഭിച്ച നിർണായകമായ വിവരം എന്ന് പറയുന്നത് 4ാമതൊരു സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നു. അത് ശക്തമായ സിഗ്നൽ എന്നതാണ്, ഏറെ പ്രതീക്ഷ നൽകുന്ന സിഗ്നലാണ്. ആ സിഗ്നൽ അനുസരിച്ച് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലനും സംഘവും സ്ഥിരീകരിക്കുന്നത് പുഴയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് കണ്ടെത്തിയ മൺകൂനയ്ക്ക് താഴെ 3 മീറ്റർ താഴെ ഈ ട്രക്കുണ്ട് എന്നത് തന്നെയാണ്. ഈ കാന്തിക പരിശോധനയിൽ ഈ ലോഹഭാഗം ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആ ട്രക്ക് ഉയർത്തുക എന്ന നിർണായക ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ജില്ലാ ഭരണകൂടം ചെയ്യാൻ പോകുന്നത് എന്നത് തന്നെയാണ് നിർണായകം. അതിലേറ്റവും പ്രധാനം ഫ്ലോട്ടിംഗ് പോൺടൂൺ കൊണ്ടുവന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു എന്നതാണ്. ഈ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് മൺതിട്ട നീക്കുക, അവിടുത്തെ മണ്ണ് മാറ്റുക, ഒപ്പം സ്കൂബ ഡൈവേഴ്സിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഒരുക്കുക ഡൈവിങ്ങിന് വേണ്ടി എന്നതാണ്.